കർത്താവിന് സ്തോത്രം. ഒരിക്കൽ കൂടെ നിങ്ങളുടെ വീടുകളിൽ സമാധാനത്തിൻ്റെ സന്ദേശവുമായി കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പനവേലി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന, കൊട്ടാരക്കരയ്ക്ക് സമീപം പനവേലി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശാലേം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ സുവിശേഷീകരണ വിഭാഗമായ ഈ സമാധാന സന്ദേശം എന്ന TV പ്രോഗ്രാമിലൂടെ അനേക ആളുകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളെ വിളിക്കുകയും അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴും പ്രാർത്ഥനയോടുകൂടെ ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചാട്ട് നമ്മുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും രൂപാന്തരപ്പെടുത്തുന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത് അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ കാരാഗൃഹ ലേഖനമായ എഫേസ്യ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 16 മുതലുള്ള വേദഭാഗങ്ങളാണ് നാം ചിന്തിച്ചത്. 17-ാമത്തെ വാക്യത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചൊരു തിരിച്ചറിവ് എഫെസോസിലെ ദൈവമക്കൾക്ക് വേണം എന്ന് കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസ്ലീഹ എഫെസോസിലെ ദൈവമക്കളെ പ്രബോധിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. അതിനകത്ത് ദൈവത്തെ ശരിയായി മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു വെല്ലുവിളി തന്നെയാണ്. ദൈവത്തെ ശരിയായിട്ട്, യേശുക്രിസ്തുവിനെ ശരിയായി തിരിച്ചറിഞ്ഞ് അവിടുത്തെ പിന്തുടരുക എന്ന് പറയുന്നത് എപ്പോഴും അതൊരു വെല്ലുവിളി തന്നെയാണ്. എന്നാൽ അങ്ങനെയുള്ള വെല്ലുവിളികൾ വേദപുസ്തകത്തിലുള്ള അനേക വ്യക്തികളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അവരാരും സന്ദർഭത്തിനനുസരിച്ച് ദൈവത്തെ ത്യജിച്ച് പറഞ്ഞിട്ടില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞിട്ടില്ല. അവരെല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. അത് ഇയ്യോബായിരുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുകയുണ്ടായത്. അപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് വരുന്ന സമയത്ത് നമ്മുടെ അന്നത്തെ സമയം തീർന്നിരുന്നു. എന്നാൽ ഈ ഇന്നത്തെ എപ്പിസോഡിൽ ആ ഭാഗം നമുക്ക് പൂർത്തീകരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരാം. ഇയ്യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ദൈവവും പിശാചും തമ്മിലുള്ള ഒരു പന്തയമായിരുന്നു ഇയ്യോബിൻ്റെ ജീവിതം. ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികൾ താൻ നേരിട്ട മനുഷ്യനാണ്. നമുക്കറിയാം, ദൈവം ഇയ്യോബിന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് സാത്താന്, പിശാചിന് ഇയ്യോബിൻ്റെ ഭവനത്തിനകത്തോ ഇയ്യോബിൻ്റെ നന്മകൾക്ക് ഉള്ളിലേക്കോ തലമുറകളിലേക്കോ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പരാതിയുമായി പിശാച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നീ ഇയ്യോബിന് ചുറ്റും കെട്ടിയിരിക്കുന്ന വേലി ഒന്ന് പൊളിച്ച് കളഞ്ഞ് ഇയ്യോബ് നിശ്ചയമായിട്ടും നിന്നെ തള്ളിപ്പറയുമെന്ന്, ദൈവത്തെ തള്ളിപ്പറയുമെന്ന് പിശാച് ദൈവത്തോട് പറയുമ്പോൾ, പക്ഷേ ഒരു കാരണവശാലും ദൈവം എന്നാൽ പിന്നെ ഞാൻ ആ വേലി പൊളിക്കാതിരിക്കാം, കാരണം അവൻ എന്നെ തള്ളിപ്പറയുന്നത് എനിക്കിഷ്ടമല്ല എന്നൊന്നും ദൈവത്തിന് ഒരു ചിന്തയില്ലായിരുന്നു. ദൈവം ചെയ്തത് ആ വേലി പൊളിച്ച് കളയാൻ തുടങ്ങി. അതിൻ്റെ കാരണം എന്തെന്നറിയാവോ? ഇയ്യോബിനെക്കുറിച്ച് ദൈവത്തിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഒരു പ്രതികൂലം വന്നാലും, ഒരു പ്രതിസന്ധി വന്നാലും, ഒരു വിഷമം വന്നാലും ദൈവത്തെ തള്ളിപ്പറയത്തില്ല എന്ന് ഇയ്യോബിനെക്കുറിച്ച് ദൈവത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും രസകരമായ നിലയിൽ ഈ ഭാഗം ചിന്തിക്കാറുണ്ട്. എന്നെക്കുറിച്ച് ദൈവത്തിന് ആ ഉറപ്പുണ്ടോ? നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ആ ഉറപ്പുണ്ടോ? മറ്റ് പലരെക്കുറിച്ചും ദൈവത്തിന് ആ ഉറപ്പുണ്ടോ? നമ്മളെക്കുറിച്ചൊന്നും അങ്ങനെ ഒരു ഉറപ്പ് ദൈവത്തിന് ഇല്ലാത്തത് കൊണ്ടാകാം ഇയ്യോബ് അനുഭവിച്ചതുപോലൊരു കഷ്ടതയിലേക്ക് നമ്മളെ ദൈവം വിട്ടുകൊടുക്കാത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആ ഭാഗത്തേക്ക് വരാം. അപ്പോൾ ദൈവവും പിശാചും തമ്മിലുള്ള പന്തയമായിരുന്നു ഇയ്യോബിൻ്റെ ജീവിതം. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഓരോ നന്മകളെയും പിശാച് തൊടുവാൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിൽ മൃഗസമ്പത്തിനെ തൊട്ടു, മക്കളെ തൊട്ടു. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതുപോലെ 10 മക്കളുടെ മൃതശരീരങ്ങൾ, ചേതനേറ്റ ശരീരങ്ങൾ ഇയ്യോബിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് എല്ലാവരും ഇയ്യോബ് ഇപ്പോൾ ദൈവത്തെ ത്യജിച്ച് പറയും എന്ന് കരുതി വളരെ ശ്രദ്ധയോടെ ഇയ്യോബിനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സകലരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇയ്യോബ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പക്ഷേ സഹിക്കാൻ കഴിയാത്ത വേദന ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഈ വചനം നിങ്ങൾ കേൾക്കുന്നത്.
നിങ്ങളുടെ വേദനയോ നിങ്ങളുടെ സങ്കടങ്ങളോ ഒരു മനുഷ്യനോടും പറയാൻ കഴിയാത്ത വിധത്തിൽ എല്ലാം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാകാം ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വളരെ ഉറപ്പോടെ ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും, ഈ വചനം നിങ്ങൾ വിശ്വസിച്ച്, ഈ വചനം നിങ്ങൾ ഗ്രഹിച്ച്, ഈ വചനം നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ സഹിക്കാൻ കഴിയാത്ത വേദനകളെ അതിജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ശക്തി തരും. നമ്മുടെ ഈ ജീവിതയാത്ര എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞ യാത്രയാണ്. ഒരിക്കലും എപ്പോഴും സന്തോഷകരമായ ഒരു സാഹചര്യമല്ല നമുക്കുള്ളത്. നമ്മുടെ യാത്രകളിലാണ് പലപ്പോഴും നമ്മൾ പതറിപ്പോകാൻ സാധ്യതയുള്ളത്. നമ്മുടെ യാത്രകളിൽ നമ്മൾ പതറിപ്പോകുമ്പോഴാണ് പലപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിയാതിരിക്കുന്നത്. ജേർണി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോർ ദാൻ അവർ ഡെസ്റ്റിനേഷൻ. നമ്മുടെ യാത്രകളാണ് ഏറ്റവും പ്രധാനം. ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. കാരണം യാത്രകളിൽ സുരക്ഷിതത്വമില്ലെങ്കിൽ, യാത്രകളിൽ സമ്മർദ്ദമുണ്ടായാൽ, യാത്രകളിൽ വെല്ലുവിളികൾ വന്നാൽ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയത്തില്ല. ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളത് യാത്രകളുടെ സുരക്ഷിതത്വത്തെ അപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൽ കനത്ത വെല്ലുവിളികളും പ്രതികൂലങ്ങളും വരുമ്പോൾ ദൈവത്തോട് മറുത്തു മത്സരിക്കാതെ, ആ ജീവിതയാത്രയിൽ ദൈവത്തെ പരിഹസിക്കാതെ, കഷ്ടങ്ങളുടെയും വിഷമങ്ങളുടെയും നടുവിൽ ദൈവത്തോട് പറ്റി നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരും. 19-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം, ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ വായിച്ചത് എന്താണ്? 19:25 നമ്മൾ വായിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ദൈവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസ്താവനയാണ് താൻ പറയുന്നത്. ആ പ്രസ്താവന ഇപ്രകാരമാണ്: എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവനൊടുവിൽ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. അന്യ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. അതെപ്പോഴാണ് അദ്ദേഹം പറയുന്നത്? ജീവിതത്തിൻ്റെ ഏറ്റവും കാഠിന്യമേറിയ ഒരു സമയം, കഷ്ടതയുടെയും വിഷമത്തിൻ്റെയും ഏറ്റവും വെല്ലുവിളികളിലൂടെ താൻ കടന്നു പോകുന്ന കഠിനമേറിയ ഒരു സമയത്താണ് താൻ പറയുന്നത്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. നിങ്ങൾക്കങ്ങനെ പറയാൻ കഴിയുമോ? ജീവിതത്തിൽ കടന്നു വരുന്ന വിഷമങ്ങളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ പതറിപ്പോകുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇന്ന് മുതൽ അതിനുള്ളൊരു പരിഹാരം വരുത്തണം. ഇന്ന് മുതൽ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നിങ്ങളുടെ കഷ്ടങ്ങളുടെ കൂടെ സഞ്ചരിക്കുവാൻ, നിങ്ങളുടെ വിഷമങ്ങളുടെ കൂടെ സഞ്ചരിക്കുവാൻ സർവശക്തനായ ദൈവം ഉണ്ടെന്ന് നിങ്ങൾ ഈ സമയം ഗ്രഹിക്കണം. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്: ഞാൻ മരണത്തിൻ്റെ നിഴലുകൾ നിറഞ്ഞ താഴ്വരകളിലൂടെ സഞ്ചരിച്ചാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതികൂലങ്ങളുടെയും വിഷമങ്ങളുടെയും നടുവിൽ ദൈവം കൂടെ ഇരുന്നതിൻ്റെ ഒരു ഓർമ്മയാണ് താൻ. അദ്ദേഹം സ്വയമായി അത് ഓർക്കുന്നു, മറ്റുള്ളവരെയും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ കഷ്ടതയുടെയും വിഷമങ്ങളുടെയും ദുഃഖങ്ങളുടെയും നടുവിൽ പതറിപ്പോകാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, മറിച്ച് ധൈര്യം ഏറ്റെടുക്കുവാൻ, ശക്തി ഏറ്റെടുക്കുവാൻ, ഒരു പുതിയ ബലം ഏറ്റെടുക്കുവാൻ ദൈവം വചനത്തിലൂടെ ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നു. ഒരു പ്രതീക്ഷകൾക്കും വകയില്ലാതിരിക്കെ, ഒരു നിലയിലുള്ള സന്തോഷങ്ങൾക്കും വകയില്ലാതിരിക്കെ, ഒരു നിലയിലുള്ള സമാധാനത്തിനും വകയില്ലാതിരിക്കെ, പ്രതീക്ഷകൾക്കും വകയില്ലാതിരിക്കെ, യോബിൻ്റെ ജീവിതത്തിലെ ആ ഒരു പ്രതികൂല സാഹചര്യങ്ങളുടെ അടിത്തട്ടിലൂടെ താൻ സഞ്ചരിക്കുമ്പോഴും താൻ വിളിച്ചു പറഞ്ഞത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴും തനിക്കെതിരെയുള്ള പ്രതികൂലങ്ങൾ മുടങ്ങിയിട്ടില്ല. തനിക്കെതിരെ സംസാരിക്കുന്ന, തനിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്നേഹിതന്മാരുടെ വാക്കുകൾ അടങ്ങിയിട്ടില്ല. പലപ്പോഴും യോബ് സ്നേഹിതന്മാരുമായി തർക്കിക്കുന്നുണ്ട്, സ്നേഹിതന്മാർ യോബുമായി തർക്കിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്: ഈ പരാതിയും വിഷമങ്ങളൊന്നും തൻ്റെ പ്രാർത്ഥനയും ദൈവത്തോടുള്ള മനോഭാവത്തെയും ബാധിച്ചിട്ടില്ല. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെക്കുറിച്ച്
യോബിൻ്റെ സ്നേഹിതന്മാരോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. 42-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ യോബിൻ്റെ 3 സ്നേഹിതന്മാരോട് ദൈവം സംസാരിക്കുന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിനുശേഷം ദൈവം പറയുന്നു 8-ാമത്തെ വാക്യത്തിൽ, യോബിൻ്റെ അടുക്കൽ നിങ്ങൾ പോകണം, നിങ്ങൾ ഒരുമിച്ച് ഹോമയാഗം കഴിക്കണം. അതിനുശേഷം അത് ഇയ്യോബിന് സന്തോഷമായി തീരണം. അതിനുശേഷം അവൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇയ്യോബ് നിങ്ങളോട് ക്ഷമിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇയ്യോബിൻ്റെ അവസ്ഥയ്ക്കും ഭേദം വരുത്തും എന്ന് ദൈവം ഇയ്യോബിൻ്റെ കൂട്ടുകാരോട് പറയുന്നു. നമ്മൾ ആ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോട് ദൈവം സംസാരിച്ചു, നിങ്ങൾ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അവരതുപോലെ തന്നെ ചെയ്തു. അവർ യോബിൻ്റെ അടുക്കൽ വന്നു, ഒരുമിച്ച് ഹോമയാഗം കഴിച്ചു. അതിനുശേഷം യോബുമായിട്ട് അവർ തുറന്ന് സംസാരിച്ചു. യോബ് ചെയ്തത് അവരോട് ക്ഷമിച്ചു. നിങ്ങൾക്കറിയാവോ, ഏകദേശം 4-ാം അധ്യായം മുതൽ 42-ാം അധ്യായം വരെ ഇയ്യോബും സ്നേഹിതന്മാരും തമ്മിലുള്ള തർക്കങ്ങളാണ്. ഇടയ്ക്ക് ദൈവം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം പല നിലകളിൽ തർക്കങ്ങളും വാദങ്ങളും നടക്കുന്നു. ഇതിനിടയിൽ ഇയ്യോബിന് ചെയ്യാൻ കഴിയാതിരുന്നൊരു കാര്യം, സഹോദരന്മാരോട് ക്ഷമിക്കുവാനോ സ്നേഹിതന്മാരോട് ക്ഷമിക്കുവാനോ ക്ഷമിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ യേശു കർത്താവ് തന്നെ പറയുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും ക്ഷമിക്കുവാൻ ഒരാഹ്വാനം ദൈവം നമുക്ക് നൽകി തരുന്നുണ്ട്. യോബിൻ്റെ ജീവിതത്തിൽ ആ ഒരു ക്ഷമ തൻ്റെ ജീവിതത്തിൽ വന്നില്ല എന്നുള്ളത് മാത്രമല്ല, സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിന് താൻ കൊടുക്കേണ്ടി വന്ന വില ഏകദേശം 4-ാം അധ്യായം മുതൽ 42-ാം അധ്യായം വരെയുള്ള ദീർഘനാളുകൾ, അദ്ദേഹത്തിൻ്റെ പരുക്കുകൾ, അദ്ദേഹത്തിൻ്റെ വ്രണങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാനസികമായ പീഡകൾ, ദുഃഖങ്ങൾ എല്ലാം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അവസാനമായി സംഭവിച്ചത് എന്താണ്? യോബ് തൻ്റെ സ്നേഹിതന്മാരെ അനുഗ്രഹിച്ചു, അവരോട് ക്ഷമിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നു. അതിൻ്റെ 10-ാമത്തെ വാക്യം 42:10 ഇങ്ങനെ പറയുന്നു, യോബിൻ്റെ പുസ്തകം, യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. ഏതൊക്കെ നഷ്ടങ്ങൾ അദ്ദേഹത്തിന് വന്നോ, ഏതൊക്കെ പരാജയങ്ങൾ വന്നോ, ഏതൊക്കെ അനുഗ്രഹങ്ങൾ ശത്രു അപഹരിച്ചു കൊണ്ടുപോയോ, അതെല്ലാം ഇരട്ടിയായി ദൈവം ഇയ്യോബിന് നൽകി. മക്കളെ മാത്രം 10 മക്കളെ നൽകി. ബാക്കി 10 മക്കൾ, മരണപ്പെട്ടു പോയ മക്കൾ ദൈവസന്നിധിയിൽ ഉണ്ടല്ലോ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതും ഇരട്ടിയാണ്. ബാക്കിയുള്ള തൻ്റെ മൃഗസമ്പത്തുകൾ, തനിക്കുള്ള സകലത്തിനും എന്തൊക്കെ തനിക്ക് നഷ്ടം വന്നുവോ അതിൻ്റെ ഇരട്ടി നൽകി യോബിനെ ദൈവം അനുഗ്രഹിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിത, ഓരോ ലോഹങ്ങളും ഉരുക്കുന്നത് വിവിധ ടെമ്പറേച്ചറുകളിലാണ്. ഒരിക്കലും ഉരുക്കുന്ന ടെമ്പറേച്ചറിലല്ല പൊന്നുരുക്കുന്നത്. ഉരുക്കാനായിട്ട്, ഇരുമ്പ് ഉരുക്കാനായിട്ട് അത്രയും കഠിനമായ വലിയ ശക്തിയുള്ള ടെമ്പറേച്ചർ ആവശ്യമാണ്, ഉയർന്ന ടെമ്പറേച്ചർ ആവശ്യമാണ്. പക്ഷേ സ്വർണം ഉരുക്കാൻ വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് അത് ഉരുക്കുന്നത്. നിങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നും ഇത് വളരെ വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ വചനത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറം ഒരു സങ്കടം ദൈവം നിങ്ങൾക്ക് തരില്ല. ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങളുടെ അടുക്കൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ രോഗങ്ങൾക്ക് പരിഹാരം ദൈവത്തിന് വരുത്താൻ കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് സമർപ്പിച്ചിട്ട്, ദൈവമേ, എൻ്റെ പ്രശ്നങ്ങളെയും എൻ്റെ വിഷമങ്ങളെയും എൻ്റെ രോഗങ്ങളെയും എൻ്റെ ദുഃഖങ്ങളെയും നീ തന്നെ ഒന്ന് ഏറ്റെടുത്ത്, അങ്ങ് തന്നെ ഒന്ന് ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനാ നിമിഷം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സർവശക്തൻ വരുത്താൻ പോവുകയാണ്. മറ്റാരേക്കാളും നല്ല ഉറപ്പ് യോബിന് ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്നു. അങ്ങനെ ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികൂലങ്ങൾ, വിഷമങ്ങൾ വന്നപ്പോഴൊന്നും താൻ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞില്ല. മാത്രമല്ല, ദൈവത്തോട് പറ്റി നിന്നു. തൻ്റെ സ്നേഹിതന്മാർ തന്നെ പരിഹസിച്ചു, ദുഃഖിപ്പിച്ചു, വ്യസനിപ്പിച്ചു.
അവിടെ ഒന്നും താൻ പതറിപ്പോയില്ല. അവിടെയെല്ലാം ദൈവത്തിനെന്ന വണ്ണം വിശ്വസ്തയോടെ നിന്നു. ഫൈനലി നമ്മളതിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ മുമ്പുണ്ടായിരുന്ന നന്മകളുടെ ഇരട്ടി കൊടുത്ത് ആ കഷ്ടതയുടെ ഒരു അനുഗ്രഹം എന്നതുപോലെ യോബിനെ ദൈവം മാനിച്ചു. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, എൻ്റെ സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളൊക്കെ ദൈവത്തിന് ഒരു നിമിഷം മതി പരിഹരിച്ച് തരാനായിട്ട്. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ ഒറ്റ നിമിഷം മതി ദൈവത്തിന് പരിഹരിക്കാൻ. ഒരു വാക്ക് മതി നിങ്ങളുടെ സങ്കടങ്ങളെ പരിഹരിക്കാൻ ദൈവത്തിന്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു വാക്ക് കൽപ്പിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഏത് കഠിനമായ വെല്ലുവിളിയെ നേരിടുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകട്ടെ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും നിങ്ങളൊരു വിടുതൽ കാണാൻ പോവുകയാണ്. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ സന്ദർശിക്കണം. ഞങ്ങളുടെ ഇമെയിൽ ID ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ലോ, അതിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് മെയിൽ ചെയ്യണം. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിശ്ചയമായിട്ടും സർവശക്തൻ്റെ ആശ്വാസത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെയിരിക്കും. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ക്രിസ്തുയേശുവെങ്കിൽ നിങ്ങളെ കാക്കുകയും ചെയ്യും. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് കേട്ട വചനം പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരങ്ങൾ തരും. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകും. കർത്താവേ, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സമാധാന സന്ദേശം ശ്രവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ഓർക്കണമേ. അവരുടെ പ്രശ്നങ്ങൾ എത്ര ഗൗരവമുള്ളതാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു വാക്ക് മതിയല്ലോ പരിഹരിക്കപ്പെടാൻ. അവരുടെ തലമുറകളെക്കുറിച്ചുള്ള അവരുടെ ആദി വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി കടന്നുപോയിട്ട് അർഹമായ ശമ്പളമോ ശരിയായ താമസ സൗകര്യങ്ങളോ ലഭിക്കാതെ കർത്താവെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടവരെ പോലെ കഴിയുന്ന അനേകരുണ്ട്. ഈ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഞങ്ങളോട് പറയുന്നല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് നാട്ടിൽ കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമേ. അവർക്ക് ദൈവം ആവശ്യമുള്ള ശമ്പളം നൽകണമേ. അവർക്ക് ആരോഗ്യം നൽകണമേ. തലമുറകളെക്കുറിച്ച് ഓർത്ത് ആദി കയറി വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മാതാപിതാക്കളെ ദൈവം ആശ്വസിപ്പിക്കുകയും അപ്പോൾ തന്നെ ആ തലമുറകൾക്ക് നല്ല മാനസാന്തരം നൽകാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ. കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവരെയും സ്വർഗം കരുതിക്കൊള്ളണമേ. ഈ പ്രാർത്ഥന ഏത് ഭാഗത്തിരുന്ന് കേൾക്കുന്ന ദൈവമക്കൾ ആരാണെങ്കിലും അവരുടെ ജീവിതത്തിന് മേൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കട്ടെ. പനവേലി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശാലേം അസംബ്ലീസ് ബോർഡ് സഭയുടെ ആത്മീയ കൂട്ടായ്മകളിൽ സംബന്ധിപ്പാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്താട്ടെ. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കണം. ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ഇമെയിൽ ID നിങ്ങൾ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനിയും നമ്മൾ കാണുന്നവരെയും സർവശക്തനായ കർത്താവിൻ്റെ കൃപ നമ്മുടെ എല്ലാവരുടെയും കൂടി ഇരിക്കുമാറാകട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കട്ടെ. God bless you.